ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2023 റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് ഡിയർ ഡേവിഡ്. 2017 ആദം എല്ലിസ് എന്നൊരു കോമിക് ആർട്ടിസ്റ്റ് തന്റെ അപ്പാർട്ട്മെന്റിൽ നടക്കുന്ന അമാനുഷികമായ സംഭവങ്ങൾ ഓരോന്നും ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആദം പങ്കുവച്ച തന്റെ അനുഭവങ്ങളെ ബേസ് ചെയ്താണ് ഈ ഒരു ചിത്രം എടുത്തിരിക്കുന്നത്. അപ്പോ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു പ്രേത ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. 1996 ന്യൂയോർക്ക് രാത്രി സമയം. ഒരു സൂപ്പർ മാർക്കറ്റും അതിന്റെ ഓണേഴ്സായ ഒരു കപ്പിളിനെ കാണിച്ചുകൊണ്ടാണ് ചിത്രം തുടങ്ങുന്നത്. വൈഫിന്റെ പേര് ലിൻഡ, ഹസ്ബൻഡിന്റെ പേര് ജോൺ. സ്റ്റോർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ജോൺ ആകെ അമ്പരപ്പോടെയാണ് തന്റെ വൈഫിനോട് സംസാരിക്കുന്നത്. എത്ര പേരാന്നറിയോ ഈ ഊണ് ഉറക്കമൊന്നുമില്ലാതെ ഇപ്പോ ഓൺലൈനിൽ ഇരിക്കുന്നത്? ആളുകൾക്ക് ശരിക്കും ഭ്രാന്താണ്. അവരെത്ര പണമാണ് ഇന്റർനെറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ജോണിന് ഈ കമ്പ്യൂട്ടറും ഇന്റർനെറ്റൊന്നും കണ്ണിന് നേരെ കണ്ടുകൂടാ. കാരണം ഇവരുടെ മകൻ ഡേവിഡ് ഫുൾ ടൈം കമ്പ്യൂട്ടറിന് മുന്നിലാണ്. കൂട്ടുകാരുമായിട്ട് കളിച്ചു നടക്കേണ്ട ഈ സമയത്ത് അവൻ എപ്പോഴും ഇരുട്ട് നിറഞ്ഞ ബേസ്മെന്റ് മുറിയിലാണ്. ഈ സമയം ഡേവിഡ് ബേസ്മെന്റിലെ കമ്പ്യൂട്ടറിൽ തന്റെ സുഹൃത്തുക്കളുമായിട്ട് ചാറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അവന്റെ പിറകിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. അവൻ തിരിഞ്ഞു നോക്കിയെങ്കിലും അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് ആ ഇരുട്ടിൽ നിന്നൊരു രൂപം അവന്റെ അടുത്തേക്ക് വരുന്നത്. ഡേവിഡ് ആകെ ഭയന്നു പോയി. അതവന്റെ അമ്മയായിരുന്നു. സമയം ഒത്തിരി ലേറ്റായി, നിനക്ക് ഉറക്കം വരുന്നില്ലേ? പെട്ടെന്ന് തന്നെ മുകളിലേക്ക് വരാൻ പറഞ്ഞ ലിൻഡ ആ ബേസ്മെന്റിൽ നിന്ന് പോയി. ഈ സമയം കൊണ്ട് തന്നെ ഡേവിഡ് കമ്പ്യൂട്ടറിൽ ഒരു ചിത്രം വരച്ചിരുന്നു. അവൻ ആ ചിത്രം ഒത്തിരി പ്രതീക്ഷയോടെ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തെങ്കിലും ആ ചിത്രത്തിന് താഴെ ഒത്തിരി ബാഡ് കമന്റ്സ് വരാൻ തുടങ്ങി. നീ എന്താ ഇങ്ങനൊരു വിഡ്ഢിയായി പോയത്? അത് കണ്ട് ഡേവിഡിന് ആകെ സങ്കടമായി. അവൻ ആ കമന്റിന് റിപ്ലൈ കൊടുത്തു. നിങ്ങളെന്തിനാ ഇത്രയ്ക്ക് മോശമായി എന്നോട് സംസാരിക്കുന്നത്? അതിനെ ഉടനെ തന്നെ മറുപടിയും വന്നു. നിനക്ക് എന്തുകൊണ്ട് പോയി മരിച്ചുകൂടാ? ഇവിടെയാണ് ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, ഡിയർ ഡേവിഡ്. അടുത്ത സീൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 2017 നമ്മുടെ കഥാനായകൻ ആദം എല്ലിസിനെയാണ് നമ്മളെ കാണിക്കുന്നത്. എല്ലിസ് ബസ്വീഡ് എന്നൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവനൊരു കോമിക് ആർട്ടിസ്റ്റ് ആണ്. എല്ലിസ് ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിരുന്ന തന്റെ കോമിക്സിന്റെ കമന്റ്സ് ഒക്കെ വായിച്ചു നോക്കി. സത്യം പറഞ്ഞ എല്ലാവരും അവനെ മോശമായ രീതിയിൽ കളിയാക്കിയാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ വായിച്ച് എല്ലിസ് ആകെ ദേഷ്യം പിടിച്ചിട്ടാണ് അന്ന് അവൻ ഓഫീസിലെത്തിയത്. അതൊക്കെ പോട്ടേന്ന് വെച്ച് അവൻ ഓഫീസിലെത്തി അന്നത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂസ് ഒക്കെ പരതി അതിനെ ബേസ് ചെയ്തൊരു കോമിക്സ് ഒക്കെ വരച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യേണ്ട താമസം. ചറപറാന്ന് അവനെ ട്രോളിക്കൊണ്ട് കമന്റ്സ് വന്നോണ്ടിരുന്നു. പലരും അവനെ അപ്പൂപ്പൻ എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നുണ്ട്. അവൻ ആ കമന്റ്സ് ഒക്കെ വായിച്ച് തന്റെ ദേഷ്യം കടിച്ച് പിടിച്ചോണ്ട് റിപ്ലൈ കൊടുക്കാനായിട്ട് കീബോർഡിലേക്ക് കൈവച്ചതും തൊട്ട് മുന്നിൽ നിന്നൊരു വിളി വന്നു. എല്ലീസ്, നീ ആ കൈ എങ്ങെടുത്തോ? അതവന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായ എവ്ലിൻ ആയിരുന്നു. നീ ഇതിനൊക്കെ മറുപടി പറയാൻ നിന്നാ നിനക്ക് പിന്നെ അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. ഇതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് വിടണം. എല്ലിസിന്റെ മറ്റൊരു സുഹൃത്താണ് നോറിസ്. എല്ലിസ് അങ്ങനെ രാവിലെ തന്നെ തന്റെ ക്ഷമ നശിച്ചിരിക്കുന്ന നേരത്താണ് ബോസ് അങ്ങോട്ട് കടന്നു വരുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ഇന്നത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂസ്. ഒരു പയ്യൻ 21 വർഷങ്ങൾക്ക് ശേഷം കോമയിൽ നിന്ന് എണീറ്റിരിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന പോലെ ആർട്ടിക്കിൾ എഴുതിക്കോ, ഒട്ടും കുറയ്ക്കേണ്ട. നമ്മുടെ വെബ്സൈറ്റിലായിരിക്കണം ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ന്യൂസ് വായിക്കേണ്ടത്. കേട്ടല്ലോ? ഇത് കേട്ടതോടെ എല്ലിസ് പെട്ടെന്ന് തന്നെ കോമയിൽ നിന്ന് എണീറ്റ ആ പയ്യന്റെ ന്യൂസ് വായിച്ചു നോക്കി. അപ്പോഴാണ് ബോസ് അവന്റെ അടുത്തേക്ക് വന്ന് എല്ലിസിന്റെ കോമിക്സിനെ കുറിച്ച് പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവന്റെ വർക്ക് വളരെ മോശമാണ്. പോരാത്തതിന് അതിന് താഴെയുള്ള ബാഡ് കമന്റ്സും. ഈ സമയത്ത് നോറിസ് അവനെ ഭയപ്പെടുത്തുന്നുണ്ട്. നിനക്കൊരു അറിയോ, കഴിഞ്ഞ ആഴ്ച ഇതുപോലെ തന്നെ നമ്മുടെ കമ്പനിയിലെ ഒരാളെ വർക്ക് കൊള്ളില്ല എന്ന് പറഞ്ഞ് ബോസ് അവനെ വാൺ ചെയ്തിരുന്നു. ഇപ്പോഴാണെങ്കിൽ അവന്റെ ജോലി പോയി. പോരെ, എല്ലിസിന്റെ ഉള്ള കോൺഫിഡൻസും കൂടി പോയി. അന്നത്തെ ജോലി കഴിഞ്ഞ് എല്ലിസ് തന്റെ ബോയ്ഫ്രണ്ടുമായിട്ട് നടക്കാൻ ഇറങ്ങി. ബോയ്ഫ്രണ്ടിന്റെ പേര് കൈൽ. കൈലിന്റെ പ്രായമായ അമ്മ ഇപ്പൊ തീരെ സുഖമില്ലാതിരിക്കുക. അതുകൊണ്ട് കൈൽ തന്റെ അമ്മയെ കാണാനായിട്ട് നാട്ടിലേക്ക് പോവാണ്. ഒപ്പം എല്ലിസിനെയും വിളിക്കുന്നുണ്ടെങ്കിലും അവൻ അതിന് തയ്യാറായില്ല. ബോയ്ഫ്രണ്ട് അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാന്ന് പറഞ്ഞ് എല്ലിസിനോട് യാത്ര പറഞ്ഞു. അടുത്ത സീനില് ഇന്റർനെറ്റില് ചാറ്റ് ചെയ്തോണ്ടിരിക്കുന്ന 2 ടീനേജ് പയ്യന്മാരെയാണ് നമ്മളെ കാണിക്കുന്നത്. അവര് ഏതോ ഒരു പാവത്തിനെ താൻ പെൺകുട്ടിയാണെന്ന് കള്ളം പറഞ്ഞ് പറ്റിച്ച് ചാറ്റ് ചെയ്തോണ്ടിരിക്കുക. ഒടുവില് അത് പെൺകുട്ടിയല്ലാന്ന് തിരിച്ചറിഞ്ഞതും അയാൾ അവരെ ബ്ലോക്ക് ചെയ്ത് തന്റെ ജീവനും കൊണ്ട് ഓടി. അങ്ങനെ അതും പറഞ്ഞ് അവരയാളെ കളിയാക്കി ചിരിക്കുന്ന നേരത്താണ് അവർക്ക് ഡിയർ ഡേവിഡ് എന്നൊരു അക്കൗണ്ടിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അവരത് തുറന്നു നോക്കി.
ആ ഐഡിക്ക് പ്രൊഫൈൽ ഫോട്ടോയോ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിൽ കുറച്ച് റൂൾസ് എഴുതി വെച്ചിരുന്നു. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് സംസാരിക്കാം, കളിയാക്കുന്ന രീതിയിൽ എന്നോട് സംസാരിക്കാൻ പാടില്ല, ചീത്ത വാക്കുകൾ പറയാനേ പാടില്ല, എന്നോട് നിങ്ങൾക്ക് രണ്ടേ രണ്ട് ചോദ്യങ്ങൾ മാത്രം ചോദിക്കാം, മൂന്നാമത്തെ ചോദ്യം ചോദിക്കാനേ പാടില്ല. ഈ റൂൾസ് വായിച്ച് അവര് ഡേവിഡിനെ കളിയാക്കാൻ തുടങ്ങി. ഇവനെന്താ വട്ടാണോ? ഹേയ് ഡേവിഡ്, നീ എന്താ ഇങ്ങനൊരു തോൽവിയായി പോയത്? അപ്പൊ തന്നെ അവർക്കതിന് റിപ്ലൈ വന്നു. എന്നോട് ക്ഷമിക്കണം, ഞാൻ എന്റെ പരമാവധി ശ്രമിക്കാം, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ ഇഷ്ടപ്പെടും. ഈ ഒരു റിപ്ലൈ കണ്ട് അവരുടെ രണ്ടുപേരുടെയും കിളി പോയി. അല്ല, നമ്മൾ രണ്ടുപേരാണെന്ന് അവനെങ്ങനെ മനസ്സിലായി? അവര് രണ്ടുപേരും അതുകൊണ്ടൊന്നും നിർത്താൻ തയ്യാറായിരുന്നില്ല. ഡേവിഡിനെ കളിയാക്കിക്കൊണ്ട് മോശമായ രീതിയിൽ അവന് മെസ്സേജുകൾ അയക്കുന്നുണ്ട്. ഡേവിഡ്, നീ എന്താ ഇങ്ങനൊരു പേടിത്തൊണ്ടനായത്? നിനക്ക് സ്വയം മരിച്ചൂടെ? ആ ഒരു ചോദ്യത്തിനും ഡേവിഡിന്റെ ഭാഗത്ത് നിന്ന് റിപ്ലൈ വരുന്നുണ്ട്. ഞാനിപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് നിന്നെപ്പോലെയുള്ളവരെയൊക്കെ കൊല്ലാനാണ്. ഇതുകൂടി കണ്ടപ്പോ കൂട്ടത്തിലെ ആ തൊപ്പി വെച്ച പയ്യനെ ആകെ പേടി തോന്നാൻ തുടങ്ങി. എന്തോ ശരിയല്ലാന്ന് അവന് തോന്നി. ഇപ്പൊ അവര് ഡേവിഡിനോട് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെ ചോദ്യം ഡേവിഡിനോട് ചോദിക്കാൻ പാടില്ല എന്നാണ് ഡേവിഡിന്റെ അക്കൗണ്ടിലെ ഫസ്റ്റ് റൂള്. മാറ്റ്, നമുക്കിത് നിർത്താം, മതി. എന്നാലും മാറ്റ് അതിന് തയ്യാറായില്ല. നീ ഇങ്ങനെ വെറുതെ പേടിക്കല്ലേ, ഇപ്പോ നമ്മൾ അവനെ കളിയാക്കി, പകരം അവൻ നമ്മളെ പേടിപ്പിക്കുകയാണ്, അല്ലാതെ നീ വിചാരിക്കുന്നത് പോലെയല്ല. ഇതും പറഞ്ഞു മാറ്റ് ഡേവിഡിനോട് മൂന്നാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. എന്നാ പറ, ഞാൻ എങ്ങനെയാ മരിക്കാൻ പോകുന്നത്? അതിന് ഡേവിഡിന്റെ റിപ്ലൈ വന്നു. നിന്റെ ബെഡിലെ നീ തനിയെ ശ്വാസം കിട്ടാതെ പിടഞ്ഞ്. ആദ്യം മാറ്റ ചാറ്റ് കണ്ട് ഭയന്നു പോയെങ്കിലും ഡേവിഡ് എന്നത് ഒരു കൊച്ചു പയ്യനാണെന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ആ മുറിക്കുള്ളിലെ ലൈറ്റൊക്കെ ആകെ മിന്നാൻ തുടങ്ങി. പിന്നെ ആ തൊപ്പി വെച്ച ചെറുക്കൻ ഒരു നിമിഷം പോലും ആ വീട്ടിൽ നിന്നില്ല. നീ എന്തെങ്കിലും കാണിക്ക്, എനിക്ക് പേടിയാവാ, ഞാൻ പോവാന്ന് പറഞ്ഞ് മാറ്റിന്റെ വീട്ടിൽ നിന്ന് പോയി. അന്ന് പാതിരാത്രി എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടാണ് മാറ്റ് ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറക്കുന്നത്. എന്നാ അവനെ കൊണ്ട് ഒന്ന് അനങ്ങാനോ ഒച്ച വെക്കാനോ വയ്യ. പെട്ടെന്ന് വലിയൊരു കൈ അവന്റെ വായ്ക്കകത്തേക്ക് കയറി മാറ്റ് ബെഡിലെ ശ്വാസം കിട്ടാതെ പിടയാൻ തുടങ്ങി. ഇതേ സമയം തന്നെ നമ്മുടെ നായകൻ ഒരു കോമിക്സ് വരച്ച് അത് തന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് താഴെ ഒത്തിരി കമന്റ്സ് വരുന്നുണ്ട്. എല്ലിസ് ആദ്യം കരുതി എല്ലാവരും തന്നെ തെറി വിളിക്കുകയാണെന്ന്. എന്നാ അവനെ ഞെട്ടിച്ചുകൊണ്ട് അതെല്ലാം തന്നെ പോസിറ്റീവ് കമന്റ്സ് ആയിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് അവനെ ചീത്ത വിളിച്ചുകൊണ്ടൊരു കമന്റ് വന്നു. ഇത് കണ്ടതോടെ എല്ലിസിന് തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൻ തിരിച്ചവരെ ചീത്ത വിളിക്കുന്നു, അവര് തിരിച്ചും ഇവനെ ചീത്ത വിളിക്കുന്നു. ഇതങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അവനാകെ ഭ്രാന്തി പിടിച്ചിരിക്കുന്ന നേരത്താണ് എല്ലിസിന് ഡിയർ ഡേവിഡ് എന്ന അക്കൗണ്ടിൽ നിന്നൊരു കമന്റ് വരുന്നത്. നീ എന്തിനാ അവരോട് ഇങ്ങനെ പ്രതികരിക്കുന്നത്? ഇത് കണ്ട് നായകൻ ആകെ കൺഫ്യൂസ് ആയി. അല്ല, ഇതാരാ അതിനിടയില് തന്നെ മര്യാദ പഠിപ്പിക്കാൻ നോക്കുന്നത്? പെട്ടെന്ന് തന്നെ അവനൊരു നോട്ടിഫിക്കേഷൻ വന്നു. അതായത് ഡിയർ ഡേവിഡ് എന്ന അക്കൗണ്ട് അവനെ ഫോളോ ചെയ്തിരിക്കുന്നു. സമയം ഒത്തിരി വൈകിയതുകൊണ്ട് തന്നെ എല്ലിസ് അതത്ര കാര്യാക്കാനോ അക്കൗണ്ട് തുറന്നു നോക്കാനൊന്നും നിന്നില്ല. നേരെ ചെന്ന് കിടന്നുറങ്ങി. പിറ്റേന്ന് തന്റെ പൂച്ചകളുടെ ഒച്ചയും ബഹളൊക്കെ കേട്ടാണ് അവൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റത്. ഈ സമയത്താണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവന്റെ മുറിയിലുണ്ടായിരുന്ന ചെയർ അത് തനിയെ ആടുന്നുണ്ട്. അതിലാരോ ഇരിക്കുന്നത് പോലെ. അവനെ തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, എല്ലിസ് എങ്ങനെയാണോ ആ കസേര നോക്കി പേടിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ അവന്റെ പൂച്ചകളും ആ കസേര നോക്കിക്കൊണ്ടിരിക്കുക. അന്ന് രാവിലെ നായകൻ ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് ഒരു കോഫി ഷോപ്പിലേക്ക് കയറി അവിടെ നിന്ന് നടന്നു പോകുമ്പോ നമ്മളെ കാണിക്കുന്നുണ്ട്. ആ ഗ്ലാസ്സിലെ ഏതോ ഒരു രൂപത്തെ കാണാം, അതവനെ പിന്തുടരുന്നത് പോലെ. അങ്ങനെ അന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് അവൻ പതിവ് പോലെ വീട്ടിലേക്ക് നടന്നു. അപ്പോഴും അവൻ തന്റെ കോമിക്സിന് താഴെയുള്ള കമന്റ്സ് എല്ലാം തന്നെ നോക്കിക്കൊണ്ടിരുന്നു. എന്തായാലും ഇന്ന് ചീത്ത വിളിക്ക് നല്ലൊരു മയം വന്നിട്ടുണ്ട്. അധികം ബാഡ് കമന്റ്സ് ഒന്നുമില്ല. അവനെന്തോ മനസ്സിന് വല്ലാത്തൊരു സമാധാനം തോന്നി. അവൻ ട്രെയിനിൽ നിന്നിറങ്ങി ഒരു ടണലിനകത്തുകൂടി നടന്നുകൊണ്ടിരിക്കുമ്പോ അവന്റെ പിറകിൽ നിന്ന് വല്ലാത്തൊരു ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. തിരിഞ്ഞു നോക്കുമ്പോ ആ ഇരുട്ടിൽ നിന്ന് എന്തോ ഒന്ന് അവന്റെ അടുത്തേക്ക് വരുന്നത് പോലെ. ആകെ പേടിച്ചു പോയ എല്ലിസ് പെട്ടെന്ന് തന്നെ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ഓടുന്നുണ്ട്. ഒരു വിധത്തില് വീട്ടിലെത്തി വാതിലടച്ച് ലൈറ്റ് ഇട്ടതും വീട്ടിലെ മൊത്തം പവർ അടിച്ചുപോയി. അതിന്റെ കൂടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അർദ്ധരാത്രി എല്ലിസ് പതിയെ ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറന്നു. അവൻ അങ്ങനെ തന്നെ പതിയെ ഒന്ന് ചുറ്റും നോക്കുന്നുണ്ട്. എന്നാ ആ ബെഡിൽ നിന്ന് എണീക്കാൻ നോക്കുമ്പോ അവനെ കൊണ്ട് ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റുന്നില്ല. ശരീരം മുഴുവൻ തളർന്നൊരവസ്ഥയിലായിരുന്നു. അടുത്ത നിമിഷം തന്നെ ആ മുറിയിലുണ്ടായിരുന്ന കസേര അത് തനിയെ ആടാൻ തുടങ്ങി. എല്ലിസിന് വല്ലാതെ പേടി തോന്നി. അവന് ഒന്ന് ഒച്ച വെച്ച് കരയണം, അല്ലെങ്കിൽ ആ മുറിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് ഓടണം എന്നുണ്ട്. പക്ഷേ കഴിയുന്നില്ല. അവൻ ആകെ ഭയന്ന് വിറച്ചോണ്ട് ആ കസേരയെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന്
ആടിക്കൊണ്ടിരുന്ന ചെയർ ഒന്ന് സ്റ്റോപ്പായി. ഇപ്പോ ആ കസേരയിലെ ഒരു കൊച്ചു പയ്യന്റെ പ്രേതം ഇരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്നത്. താനീ കണ്ടത് വെറും ഒരു സ്വപ്നമായിരുന്നു. അവനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എലിസ് പെട്ടെന്ന് തന്നെ തന്റെ ഫോൺ എടുത്ത് ഇക്കാര്യം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. തന്റെ മുറിക്കകത്ത് ചെയറിൽ താൻ ഒരു പയ്യന്റെ പ്രേതത്തെ കണ്ടു. അന്നത്തെ ദിവസം ഓഫീസിലേക്ക് എത്തിയ അവൻ താൻ ഇന്നലെ സ്വപ്നം കണ്ടതും ബെഡിൽ നിന്ന് അനങ്ങാൻ കഴിയാത്തതൊക്കെ സുഹൃത്തിനോട് പറയുന്നുണ്ട്, എവ്ലിനോട് പറയുന്നുണ്ട്. അവൻ ഈ കാര്യങ്ങളൊക്കെ ഒരു പേടിയോടെയാണ് പറയുന്നതെങ്കിലും അവൻ വിശ്വസിക്കുന്നത് തന്റെ ജോലിയിലെ പ്രഷർ, പിന്നെ സോഷ്യൽ മീഡിയയിലെ ചീത്തവിളി. ഇപ്പോ കയ്യിലും അവന്റെ ഒപ്പം ഇല്ല. താനിപ്പോ തനിച്ച് താമസിക്കുന്നത് കൊണ്ട് ഇതൊക്കെ തന്റെ തോന്നലാണെന്നാണ് എലിസ് വിശ്വസിക്കുന്നത്. അവൻ ഈ സ്ലീപ്പ് പാരാലിസിസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇന്റർനെറ്റിൽ തെരഞ്ഞു നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഭാവിയിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ അതിനെക്കുറിച്ച് ചിന്തിച്ച് അവൻ ആകെ ചിന്താകുഴപ്പത്തിലായിരുന്നു. എലിസ് ആ ആർട്ടിക്കിളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏതോ ഒരു സ്ത്രീ അവന്റെ ഓഫീസിനകത്ത് കൂടി നടന്നു പോകുന്നത്. അവന്റെ ചുറ്റുമിരിക്കുന്ന ആരും തന്നെ ആ സ്ത്രീയെ കാണുന്നില്ല. എലിസ് മാത്രമേ ആ സ്ത്രീയെ കാണുന്നുള്ളൂ. അവൻ ആ സ്ത്രീയുടെ പിന്നാലെ ചെന്നു. പിന്നെ നോക്കുമ്പോ ആ സ്ത്രീയെ കാണാനില്ല. അവൻ ആ സ്ത്രീയെ ചുറ്റും നോക്കി. എന്നാ അവനിപ്പോ ഓഫീസിലല്ല, മറിച്ച് ഒരു സൂപ്പർ മാർക്കറ്റിലാണ്. ആ സ്ത്രീ അവിടെ താഴെയിരുന്ന് എന്തൊക്കെയോ കോറി വരയ്ക്കുന്നുണ്ട്. നീ എന്റെ മകനെ കണ്ടു, ഡേവിഡിനെ നീ നേരിട്ട് കണ്ടു അല്ലേ? ആ സ്ത്രീ സംസാരിക്കുന്നത് താൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ട ആ കൊച്ചു പയ്യനെ കുറിച്ചാണെന്ന് എല്ലിസിന് മനസ്സിലായി. അവൻ എന്താ വേണ്ടത്? നിങ്ങൾ ആരാ? അതിനാ സ്ത്രീ പറയും, അത് നീ അവനോട് തന്നെ ചോദിക്കി. പിന്നെ ഒരേ ഒരു കാര്യം, നീ അവനോട് രണ്ട് ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാവൂ. മൂന്നാമതായി ഒന്നും തന്നെ ചോദിക്കരുത്. ഇത് പറഞ്ഞ സ്ത്രീ നായകനെ തിരിഞ്ഞു നോക്കി. പിന്നെ അടുത്ത നിമിഷം എല്ലിസ് ആ സ്റ്റോറിലെ തന്നെ ബേസ്മെന്റിനകത്താണ്. നമ്മള് ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിലെ ഡേവിഡിനെ കണ്ടില്ലേ? അതേ ബേസ്മെന്റില് അവിടെ കമ്പ്യൂട്ടറിന് മുന്നില് ഡേവിഡ് ഇരിക്കുന്നുണ്ട്. എല്ലിസ് പതിയെ അവന്റെ അടുത്തേക്ക് നടന്നു. പെട്ടെന്നാണ് ആ സ്ത്രീ അവന്റെ പിറകിൽ നിന്ന് വന്ന് എല്ലിസിന്റെ കണ്ണ് പൊത്തിപ്പിടിക്കുന്നത്. എല്ലിസ് അലറിക്കരഞ്ഞുകൊണ്ട് സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എണീറ്റു. അവൻ ഇപ്പോഴും ഓഫീസിലാണ്. ഈ ഒരു സ്വപ്നം കണ്ടതോടുകൂടി അവന് വീട്ടിലേക്ക് തനിച്ചു പോവാൻ ആകെ ഒരു പേടി. അവൻ തന്റെ സുഹൃത്തിനോട് ചോദിക്കും, ഇന്ന് രാത്രി നീ എന്റെ കൂടെ വീട്ടിലേക്ക് വരൂ? പറഞ്ഞതുപോലെ തന്നെ അന്ന് രാത്രി എവ്ലിൻ നായകന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ചെന്നു. അവർ ഒത്തിരി നേരം TV കാണുന്നു, പസിൽ ഗെയിംസ് ഒക്കെ കളിക്കുന്നു. ഒരുപാട് കാര്യങ്ങള് അവര് സംസാരിച്ചുകൊണ്ടിരുന്നു. ഒരു ഓജോ ബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഈ വീടിനകത്ത് എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞേനെ. അതിന് എലിസ് പറയും, ഈ പ്രശ്നങ്ങളൊന്നും പോരാ. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ പിറകിലുണ്ടായിരുന്ന എന്തോ ഒന്ന് തനിയെ താഴേക്ക് വീണു. ആ ശബ്ദം കേട്ട് നായകൻ ആകെ പേടിച്ചു പോയി. അത് കണ്ട് എവ്ലിൻ അവനെ കളിയാക്കി. ചെറിയൊരു ശബ്ദം കേൾക്കുമ്പോഴേക്കും നീ പേടിച്ചു പോയോ? ശരി, ഞാനൊന്ന് നോക്കിയിട്ട് വരാന്ന് പറഞ്ഞ് എവ്ലിൻ അങ്ങോട്ട് ചെന്നു. നോക്കുമ്പോ അതൊരു ക്യാമറയാണ്. അവൾ ആ ക്യാമറ എടുത്ത് വീടിന്റെ പല ഭാഗങ്ങളും ഫോട്ടോ എടുത്തു. കണ്ടില്ലേ, ഈ വീടിനകത്ത് നീ പറയുന്നത് പോലെ ഒന്നുമില്ല. കൂടുതലൊന്നും തന്നെ ചിന്തിക്കാൻ നിൽക്കാതെ നീ വേഗം ഉറങ്ങാൻ നോക്ക്. എനിക്ക് പോയിട്ട് കുറെ ജോലിയുണ്ടെന്ന് പറഞ്ഞ് എവ്ലിൻ അവനോട് യാത്ര പറഞ്ഞിറങ്ങി. എന്നാൽ അന്ന് രാത്രി എല്ലിസിനെ എത്ര ശ്രമിച്ചിട്ടും ഉറങ്ങാനേ കഴിഞ്ഞില്ല. യാതൊരു സമാധാനവും ഇല്ലാതെ അവൻ പാതിരാത്രിക്ക് ഡിയർ ഡേവിഡ് എന്ന അക്കൗണ്ട് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഈ സമയത്ത് എല്ലിസിന് തന്റെ ബോയ്ഫ്രണ്ടിന്റെ ഒരു വോയിസ് കോൾ വരുന്നുണ്ട്. അമ്മയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞ് കൈല് നാട്ടിലേക്ക് പോയതാണ്. പിന്നീട് ഒരിക്കൽ പോലും എല്ലിസ് കൈലിനെ തിരിച്ചു വിളിക്കോ അല്ലെങ്കിൽ മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അവനത് നോക്കാനുള്ള താല്പര്യം പോലും കാണിക്കാതെ ഡിയർ ഡേവിഡ് എന്ന അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കുന്ന തിരക്കിലായിരുന്നു. എന്നാ അവൻ ആ അക്കൗണ്ടിനെ കുറിച്ച് കൂടുതൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ സമയത്ത് അവന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന മേശ തനിയെ നീങ്ങാൻ തുടങ്ങി. ആകെ ഭയന്നു പോയ എല്ലിസ് ഉടനെ തന്നെ ഇക്കാര്യം ട്വിറ്ററിൽ ടൈപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ അത് പോസ്റ്റ് ചെയ്യാൻ അവന്റെ മനസ്സ് സമ്മതിച്ചു. അല്ലെങ്കിൽ തന്നെ ചീത്ത വിളി കൊണ്ട് ഇവിടെ ഇരിക്കാൻ വയ്യ. ഇനി ഇതും കൂടി കണ്ട തനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് കളിയാക്കും. വേണ്ട, അത് പോസ്റ്റ് ചെയ്യാതെ അവൻ ഉറങ്ങാനായിട്ട് കിടന്നു. കുറച്ചു സമയം കഴിഞ്ഞ് എല്ലിസിന്റെ മുറിയുടെ ഡോറ് അത് തനിയെ തുറന്നു വന്നു. ആ ശബ്ദം കേട്ട് അവൻ കണ്ണു തുറന്നു നോക്കി. പതിവ് പോലെ തന്നെ അവനെ കൊണ്ട് ഒന്ന് അനങ്ങാൻ പോലും വയ്യ. മാത്രമല്ല, റൂമിലുണ്ടായിരുന്ന ചെയറില് ഡേവിഡിന്റെ പ്രേതം ഇരിക്കുന്നുണ്ടായിരുന്നു. എല്ലിസ് വളരെ കഷ്ടപ്പെട്ട് ബെഡിൽ നിന്ന് എണീക്കാൻ നോക്കി. അവൻ ഡേവിഡിനോട് ചോദിക്കുന്നുണ്ട്, നീ ആരാ? അതിന് ഡേവിഡ് പറയും, ഞാൻ നിന്റെ ഒരു ഫോളോവർ ആണ്. പെട്ടെന്നാണ് അവൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്നത്. താനീ കണ്ടത് ഒരു സ്വപ്നാണെന്ന് അവനെ കൊണ്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം നേരം വെളുത്തിട്ടും ഇപ്പോഴും ഡേവിഡ് ഇരുന്ന ചെയർ ആടിക്കൊണ്ടിരിക്കുകയാണ്. പിറ്റേന്ന് ജോലി കഴിഞ്ഞ് എലിസ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ അവൻ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റില്ലേ, അവിടെ മുകൾ നിലയിൽ താമസിച്ചിരുന്ന 2 താമസക്കാരെ അവിടെ നിന്ന് താമസം മാറി പോകുന്നതാണ് എലിസ് കാണുന്നത്. അപ്പോ എലിസ് ചിന്തിക്കും, ഇനി ഞാൻ കാണുന്നത് പോലെ ഇവരും പ്രേതത്തെ കാണുന്നുണ്ടോ?
എന്തുപറ്റി ഇങ്ങനെ പെട്ടെന്ന് താമസം മാറാൻ? ഈ കെട്ടിടത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? വല്ല പ്രേതത്തെ കണ്ടോ? എല്ലിസിന്റെ ഈ ചോദ്യം കേട്ട് അവര് രണ്ടുപേരും ആകെ ഷോക്കായി. ഇവനെന്താ വട്ടാണോ? അവര് അപ്സ്റ്റേറ്റിലേക്ക് പോവാണ്, അതുകൊണ്ട് താമസം മാറുന്നു. ഇതോടുകൂടി എല്ലിസിന് ഒരു കാര്യം ഉറപ്പായി. അപ്പാർട്ട്മെന്റിനുള്ളിലെ പ്രേതത്തെ കാണുന്നത് താൻ മാത്രമാണ്. ചിലപ്പോ താൻ താമസിക്കുന്ന മുറിയുടെ പ്രശ്നമാണെങ്കിലോ? അവൻ പിറ്റേന്ന് തന്നെ തന്റെ അപ്പാർട്ട്മെന്റിൽ നിന്നും മുകൾ നിലയിലേക്ക് താമസം മാറി. ഇതൊക്കെ കണ്ട് എവ്ലിൻ അവനെ കളിയാക്കുന്നുണ്ട്. പ്രേതശല്യം കാരണം ലോകത്ത് ആദ്യമായിട്ട് ഒരാള് വീടിന്റെ മുകൾ നിലയിലേക്ക് താമസം മാറുന്നു. നിനക്ക് ശരിക്കും വട്ടാണ്. അങ്ങനെ പേടിയുള്ളവരെന്താ ചെയ്യാ? മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറും. അല്ലാതെ ഒരേ വീട്ടിലെ മറ്റൊരു മുറിയിലേക്ക് താമസം മാറുന്നതില് എന്തെങ്കിലും ലോജിക് ഉണ്ടോ? അന്ന് രാത്രി എലിസ് വീട്ടിലിരുന്ന് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ 2 പൂച്ചകളും അപ്പാർട്ട്മെന്റിന്റെ ഡോറിന് താഴേക്ക് നോക്കി ഭയന്നിരിക്കുകയാണ്. അവനത് അപ്പൊ തന്നെ ഫോട്ടോ എടുത്തു. അപ്പോഴും പൂച്ചകള് ഡോറിന് പുറത്ത് ആരോ ഉള്ളതുപോലെ പേടിച്ചിരിക്കുക. ഇനി ആരെങ്കിലും മുറിക്ക് പുറത്ത് കാണോ? അവൻ വ്യൂവർ ലെൻസ് വഴി പുറത്തേക്ക് നോക്കി. അവിടെ അങ്ങനെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് ഒരു കറുത്ത രൂപം അതുവഴി പാസ് ചെയ്തു പോകുന്നത്. താൻ കണ്ടത് വിശ്വസിക്കാനാവാതെ അവൻ ഫോണിലെ ഫോട്ടോ എടുത്തു നോക്കി. ഇല്ല, പുറത്ത് ആരെയും കാണാനില്ല. അവൻ ധൈര്യം സംഭരിച്ച് പതിയെ ഡോറ് തുറന്നു നോക്കി. പൂച്ചകളാണെങ്കില് ജീവനും കൊണ്ടോടി. തന്റെ കൺമുന്നിൽ ആരോ നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ എല്ലിസ് മുറിക്ക് വെളിയെ ഫോട്ടോ എടുത്തു നോക്കി. അവിടെ വെളിയിലെ കോറിഡോറിലെ ചുമര് മാത്രമാണ്. എന്നാ ഫോട്ടോയിലെ ചുമര് കാണാനില്ല. മൊത്തം ഒരു ഇരുട്ടുമയമാണ്. പതിയെ പതിയെ ആ ഇരുട്ട് അവന്റെ അടുത്തേക്ക് വരുന്നത് പോലെ എല്ലിസിന് തോന്നി. ആകെ ഭയന്നു പോയ അവൻ പെട്ടെന്ന് തന്നെ ഡോറ് വലിച്ചടച്ചുകൊണ്ട് നേരെ ബ്ലാങ്കറ്റിനടിയിലേക്ക് ഓടിക്കേറി. അവൻ തന്റെ ബോയ് ഫ്രണ്ടിനെ ഫോൺ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ ഫോൺ എടുക്കുന്നില്ല. അവൻ ആ വെപ്രാളത്തില് തന്റെ അപ്പാർട്ട്മെന്റിലെ പ്രേതത്തെ കണ്ട കാര്യം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം എലിസ് ജോലിക്ക് പോകുന്ന വഴിക്ക് അവന്റെ ട്വിറ്റർ അക്കൗണ്ടിലെ കമന്റ്സ് ഒക്കെ വായിച്ചു നോക്കി. നോക്കുമ്പോ അവൻ മുൻപ് ഭയന്നതുപോലെ തന്നെ ഇന്നലെ രാത്രി ഇട്ട പോസ്റ്റിന് താഴെ കുറെ നെഗറ്റീവ് കമന്റ്സ് ആണ്. എലിസ് നുണയനാണ്, നിനക്ക് ഭ്രാന്താണ് എന്നൊക്കെ പറഞ്ഞ് അവനെ മോശമായി ചീത്ത വിളിച്ചുകൊണ്ടുള്ള ഒരുപാട് കമന്റ്സ്. അന്നവൻ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് ഓഫീസിലേക്ക് ഓടിയെത്തിയത്. ബോസ് അവനെ വഴക്ക് പറയും എന്ന് കരുതി അവൻ ഓഫീസിലേക്ക് ഓടി ചെല്ലുമ്പോ ബോസ് അവനെ വഴക്ക് പറയില്ല. ഇന്നത്തെ ചർച്ചാ വിഷയം തന്നെ ഇന്നലെ രാത്രി എല്ലിസ് പോസ്റ്റ് ചെയ്ത ആ പ്രേതശല്യത്തെ കുറിച്ചാണ്. അവന്റെ ത്രെഡ് ഒത്തിരി വൈറലായി. അവനീ പറയുന്നത് സത്യാണോ നുണയാണോ അതൊന്നും പ്രശ്നമല്ല. എല്ലിസ് കാരണം കമ്പനിയുടെ പേര് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് നായകനോട് ഇത് കണ്ടിന്യൂ ചെയ്തു പോവാനാണ് ബോസ് പറയുന്നത്. അങ്ങനെ എല്ലിസ് മനസ്സില്ലാ മനസ്സോടെ കമ്പനി വെബ്സൈറ്റില് തന്റെ പ്രേതാനുഭവത്തെ കുറിച്ച് എഴുതി. അവനത് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും എല്ലിസിന് താനേ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നിയില്ല. അവനിങ്ങനെ തല പുകഞ്ഞിരിക്കുന്നത് കണ്ട് എവ്ലിൻ അതേ വെബ്സൈറ്റിൽ ഒരു പോളിംഗ് വെക്കുന്നുണ്ട്. അതായത് എല്ലിസ് തന്റെ പ്രേത അപ്പാർട്ട്മെന്റിലെ പ്രേതത്തെ ഓടിച്ചു വിടാൻ എക്സോസിസം ചെയ്യണോ അതോ ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് പ്രേതത്തെ ഓടിക്കണോ? ആ പോളിംഗിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ക്ലിക്ക് ചെയ്തത് എല്ലിസിനോട് തന്നെ എക്സോസിസം ചെയ്യാനായിരുന്നു. അപ്പൊ പിന്നെ എല്ലിസിനെ ഇതിൽ നിന്നിനി പിന്മാറാനായിട്ട് കഴിയില്ല. പ്രേതത്തെ ഓടിച്ചേ പറ്റൂ. അന്ന് തന്നെ എവ്ലിനും എല്ലിസും ചേർന്ന് എക്സോസിസത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു. ഡോറിന് തൊട്ടായിട്ട് ഉപ്പ് കൊണ്ടുവരച്ചു. ശേഷം അവരെ ഒരുപാട് നേരം പ്രേതം ഉള്ളതിന്റെ എന്തെങ്കിലും സൈൻ ഉണ്ടോന്ന് കാത്തിരുന്നു. എന്നാൽ യാതൊരു രക്ഷയില്ല. അന്ന് പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിച്ചില്ല. അതുകൊണ്ട് തന്നെ എവ്ലിൻ വീട്ടിലേക്ക് മടങ്ങി. അന്ന് പാതിരാത്രിയായതും പൂച്ചകള് പതിവ് പോലെ തന്നെ ഡോറിന്റെ അടുത്തിരുന്ന് മുറിക്ക് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഡോറിന് കുറുകെ വരച്ചിരുന്ന ഉപ്പും ആകെ അലങ്കോലായി. പ്രേതം അകത്തേക്ക് വരാതിരിക്കാനാണ് ഉപ്പ് വെതറിയത്. ആ ഒരു സമാധാനത്തിലാണ് എലിസ് ഉറങ്ങാനായിട്ട് കിടന്നത്. എന്നാ ഒരു കറുത്ത പുക മുറിയിലേക്ക് വന്നു. അവൻ ശ്വാസം കിട്ടാതെ പെടയാൻ തുടങ്ങി. എന്തോ ഒന്ന് എല്ലിസിന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നുണ്ട്. എന്നാ ഇത്തവണ എല്ലിസ് ഡേവിഡിന്റെ പ്രേതത്തെയല്ല കണ്ടത്. ഹോസ്പിറ്റൽ ഗൗണൊക്കെ ഇട്ട വലിയൊരു മനുഷ്യനാണ്. ആ പ്രേതത്തിന്റെ തലയും ഡേവിഡിനെ പോലെ തന്നെ ചതഞ്ഞിരുന്നു. അവൻ വളരെ കഷ്ടപ്പെട്ട് മുറിയിലുണ്ടായിരുന്ന കസേരയിലേക്ക് നോക്കി. അവിടെ ഡേവിഡിന്റെ പ്രേതം ഇരിക്കുന്നുണ്ട്. അവൻ വളരെ കഷ്ടപ്പെട്ട് പ്രേതത്തോട് ചോദിക്കും, നിനക്ക് എന്നിൽ നിന്ന് എന്താ വേണ്ടത്? ഈ ഒരു ചോദ്യത്തിന് ഡേവിഡ് മറുപടിയൊന്നും പറയാതെ എല്ലിസിന്റെ മുറിയിലുണ്ടായിരുന്ന ടൈപ്പ് റൈറ്ററിലേക്ക് നോക്കി. പിന്നെ നോക്കുമ്പോ ഡേവിഡിനെ കസേരയിൽ കാണാനില്ല. അടുത്ത നിമിഷം ഡേവിഡ് ആ ടൈപ്പ് റൈറ്റർ എടുത്ത് അലറിക്കൊണ്ട് അവന്റെ തലയ്ക്കടിക്കാനായിട്ട് പാഞ്ഞു വന്നു. ഈ സമയത്താണ് എല്ലിസ് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയെണീക്കുന്നത്. എന്നാ അതൊരു സ്വപ്നമായിരുന്നില്ല. അവന്റെ മൂക്കിനിട്ട് ആരോ ഇടിച്ചതുപോലെ എല്ലിസിന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. പിന്നെ പൊട്ടിയ ഒരു അലാം ക്ലോക്ക് അവന്റെ കയ്യിലുണ്ടായിരുന്നു. എല്ലിസ് തന്നെയാണ് ഉറക്കത്തില് തന്റെ മൂക്കിടിച്ച് പരത്തിയത്. അല്ല, ഡേവിഡ് അവനെ കൊണ്ട് അത് ചെയ്യിച്ചതാണ്. എല്ലിസ് പെട്ടെന്ന് തന്നെ തന്റെ ഫോണിലെ
വോയിസ് റെക്കോർഡിംഗ് പരിശോധിച്ചു നോക്കി. അവൻ സ്വപ്നം കണ്ടതാണോ അതോ ഡേവിഡിനോട് സംസാരിക്കുന്നത് സത്യാണോന്നറിയണ്ടേ. അവനത് ശ്രദ്ധിച്ചു കേട്ടോണ്ടിരിക്കുന്ന സമയത്താണ് താഴെ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നത്. അവൻ ഇത്ര നാളും താഴെ നിലയിലല്ലേ താമസിച്ചിരുന്നത്. അവിടെ ഇപ്പോ മറ്റു താമസക്കാരൊന്നും തന്നെയില്ല. പിന്നെ എന്തായിരിക്കും ആ ശബ്ദം? അവൻ പെട്ടെന്ന് തന്നെ ഒരു കത്തിയായിട്ട് താഴേക്ക് ഇറങ്ങി ചെന്നു. അവന്റെ പഴയ അപ്പാർട്ട്മെന്റ് കാലിയായിരുന്നു. എന്നാലും അതിനകത്ത് ആരോ ഉള്ളതുപോലെ എല്ലിസിന് തോന്നി. ഈ സമയത്താണ് ആരോ ഒരാള് ഇരുട്ടിൽ നിന്ന് അവന്റെ അടുത്തേക്ക് വരുന്നത്. എല്ലിസ് ആകെ പേടിച്ചു പോയി. എന്നാ അതവന്റെ ബോയ് ഫ്രണ്ട് കയ്യിലായിരുന്നു. എല്ലിസ് ഈ മുറിയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത കാര്യം അവൻ അറിയില്ലല്ലോ. നടന്ന എല്ലാ കാര്യങ്ങളും ബോയ് ഫ്രണ്ടിനോട് പറയുന്നുണ്ടെങ്കിലും കയ്യിൽ അതൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല. പോരാത്തതിന് തന്നോടൊരു വാക്ക് പോലും പറയാതെ റൂം മാറി താമസിച്ചു. കയ്യിൽ ഇവിടെ നിന്ന് പോയതിനു ശേഷം എല്ലിസ് അവനെ ഒന്ന് തിരിച്ചു വിളിക്കുകയോ അവന്റെ മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. പോരാത്തതിന് എല്ലിസ് തന്റെ ഫോട്ടോ ഒരു ഡേറ്റിംഗ് ആപ്പില് അപ്ലോഡ് ചെയ്തത് കയ്യിൽ കണ്ടിരുന്നു. എന്നാ അതൊന്നും തന്നെ ചെയ്തത് എല്ലിസ് ആയിരുന്നില്ല. പരസ്പരം ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യാതെ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തനിക്ക് തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞ് എല്ലിസിന്റെ ബോയ് ഫ്രണ്ട് അവനെ ബ്രേക്കപ്പ് ചെയ്തു പോയി. തുടർന്നുള്ള ദിവസങ്ങളിലും എല്ലിസ് തന്റെ അനുഭവങ്ങള് ട്വിറ്ററിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഈയിടയ്ക്ക് അവന്റെ ഫോണിലേക്ക് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് ഒരുപാട് ഫോൺ കോളുകൾ വരാറുണ്ട്. പിന്നെ അവന്റെ പൂച്ചകള് എപ്പോഴും ഡോറിന്റെ അടുത്ത് തന്നെയാണ്. എല്ലിസ് ഇതുവരെ ആ പ്രേതത്തോട് 2 ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെ ചോദ്യം കൂടി ചോദിച്ചു കഴിഞ്ഞാൽ എല്ലിസിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനവും. ഡേവിഡിന്റെ പ്രേതം അവനെ കൊല്ലാനാണ് ശ്രമിക്കുന്നത്. എല്ലിസിന് താനിപ്പോ ജീവിതത്തിലെ തീർത്തും ഒറ്റപ്പെട്ടതുപോലെ തോന്നി. ബോയ് ഫ്രണ്ട് അവനെ വിട്ടിട്ട് പോയി. മറ്റു ഫ്രണ്ട്സ് അവനില്ലാത്ത സമയത്ത് എല്ലിസിനെ കുറിച്ച് ഒരുപാട് റൂമേഴ്സ് പരത്തുന്നുണ്ട്. അവന്റെ അവസ്ഥ മനസ്സിലാക്കാൻ ആരും തന്നെയില്ല. പിന്നീട് അവൻ വീട്ടിലെത്തി ലാപ്ടോപ്പില് എന്തൊക്കെയോ ചെക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അവന് എവ്ലിന്റെ ഒരു മെസ്സേജ് വന്നു. നീ ഇപ്പോ വീട്ടിലാണോ? നിന്റെ ട്വിറ്റർ അക്കൗണ്ട് ചെക്ക് ചെയ്തിരുന്നു? ആ മെസ്സേജ് കണ്ട ഉടനെ തന്നെ അവൻ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കി. 10,000-കണക്കിന് ഫോളോവേഴ്സിൽ നിന്ന് അവനിപ്പോ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സായി. അവന്റെ പ്രേതാനുഭവം ട്വിറ്ററിൽ വൈറലായി കഴിഞ്ഞിരുന്നു. അങ്ങനെ പാതിരാത്രിയായതും എല്ലിസ് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റു. കണ്ണു തുറന്ന ഉടനെ തന്നെ ഡേവിഡിന്റെ പ്രേതം അവന്റെ കൈ പിടിച്ചു വലിച്ച് അവനെ എങ്ങോട്ടോ കൊണ്ടുപോകുന്നുണ്ട്. അതായത് ഡേവിഡിന്റെ പ്രേതം നായകനെ ഉറക്കത്തിലെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് എങ്ങോട്ടോ കൊണ്ടുപോവാ. അവനിപ്പോ ഡേവിഡിന്റെ ഇരുട്ട് നിറഞ്ഞ ആ ബേസ്മെന്റ് മുറിയിലാണ്. എല്ലിസ് ചോദിക്കാനിരുന്ന മൂന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ആ ബേസ്മെന്റിലുണ്ടായിരുന്നു. ഡേവിഡിന് എന്താണ് സംഭവിച്ചത്? അവൻ എങ്ങനെയാണ് മരിച്ചത്? അതൊക്കെ ഒരു വിഷ്വലായിട്ട് അവന് കാണാൻ തുടങ്ങി. ഡേവിഡ് ഫുൾ ടൈം ഊണും ഉറക്കമൊന്നുമില്ലാതെ കമ്പ്യൂട്ടറിന്റെ മുന്നിലായിരുന്നു. അവന് മറ്റു കുട്ടികളോടൊപ്പം കളിക്കാനോ അച്ഛനോടും അമ്മയോടും സംസാരിക്കാനും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഡേവിഡ് ഇന്റർനെറ്റിലെ ഒത്തിരി വയലന്റ് ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ തെരഞ്ഞുകൊണ്ടിരുന്നു. ഒരാളെ എങ്ങനെ കൊല്ലാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്റർനെറ്റിലെ അവൻ കണ്ടിരുന്നത്. ഇത് കണ്ട് ദേഷ്യം വന്ന ഡേവിഡിന്റെ അച്ഛൻ കമ്പ്യൂട്ടറിന്റെ വയറും കാര്യങ്ങളൊക്കെ വലിച്ചു പറിച്ചെടുത്തു. ആകെപ്പാടെ ദേഷ്യം വന്ന ജോൺ മകനെ ഒത്തിരി വഴക്ക് പറഞ്ഞു. അത് കണ്ട് കൺട്രോള് പോയ ഡേവിഡ് ആണെങ്കിൽ കമ്പ്യൂട്ടറിന്റെ വയറ് കൊണ്ട് അച്ഛന്റെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. ഈ ബഹളമൊക്കെ കേട്ട് ഡേവിഡിന്റെ അമ്മ ലിൻഡ ആ ബേസ്മെന്റിലേക്ക് ഓടി വരുമ്പോ കാണുന്നത് തന്റെ മകൻ അച്ഛനെ കൊല്ലുന്നതാണ്. ആ സ്ത്രീക്ക് എന്ത് ചെയ്യണോന്നറിയില്ല. തന്റെ ഭർത്താവ് മരിച്ച ആ ഷോക്കില് ലിൻഡ മേശപ്പുറത്തിരുന്ന മോണിറ്റർ എടുത്ത് ഡേവിഡിന്റെ തലക്കടിച്ചു. അവന്റെ തലയുടെ ഒരു ഭാഗം തന്നെ ചതഞ്ഞുപോയി. ഈ കാഴ്ചകളൊക്കെ തന്റെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കണ്ട എല്ലിസിന് തന്റെ കണ്ണിലിരുട്ട് കയറുന്നത് പോലെ തോന്നി. എത്ര ക്രൂരമായാണ് ഡേവിഡ് കൊല്ലപ്പെട്ടത്. പെട്ടെന്ന് നായകൻ ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറന്നു നോക്കുമ്പോ എല്ലിസ് അപ്പാർട്ട്മെന്റിന് വെളിയിലേക്ക് ജനാലയിൽ തൂങ്ങിക്കിടക്കുക. ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ അവൻ താഴേക്ക് വീണന്. പിന്നീടുള്ള ഓരോ നിമിഷങ്ങളും അവന് നരകമായിരുന്നു. നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് ഡേവിഡിന്റെ പ്രേതം അവനെ വിരട്ടിക്കൊണ്ടിരുന്നു. എല്ലിസിനെ കത്തിച്ചു കളയും എന്ന പ്രേതം കണ്ണാടിയിൽ എഴുതി വെക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് എല്ലിസിനെ എന്ത് ചെയ്യണോന്നറിയില്ല. ഇതൊക്കെ പറഞ്ഞ ആരെങ്കിലും അവനെ വിശ്വസിക്കോ? പിറ്റേന്ന് തന്നെ അവൻ ഡേവിഡിന്റെ ചതഞ്ഞ മുഖമുള്ള ചിത്രം വരച്ച് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തു. ഇപ്പോഴും എല്ലിസ് ആകെ കൺഫ്യൂസ്ഡ് ആണ്. ഡേവിഡ് മരിച്ചെങ്കില് ഡിയർ ഡേവിഡ് എന്ന അക്കൗണ്ട് ആരാണ് യൂസ് ചെയ്യുന്നത്? തനിക്ക് ആരാണ് മെസ്സേജുകൾ അയക്കുന്നത്? ഇപ്പോ ആ അക്കൗണ്ട് ആരാണ് യൂസ് ചെയ്യുന്നത്? അത് കണ്ടെത്താൻ അവൻ തന്റെ സുഹൃത്തിനോട് സഹായം ചോദിച്ചു. അതിന് എവ്ലിന്റെ ഭാഗത്തു നിന്നും ഒരു തണുപ്പൻ പ്രതികരണമാണ് വന്നത്. എലിസ്, നീ ഒരു ഡോക്ടറിനെ കാണുന്നത് നല്ലതായിരിക്കും. ഇതെല്ലാം നിന്റെ തോന്നല് മാത്രമാണ്. അതല്ല, നിനക്ക് ആ അക്കൗണ്ട് കണ്ടെത്തണമെങ്കിൽ നിന്റെ ബോയ് ഫ്രണ്ടിനോട് തന്നെ ചോദിക്കും. ഇങ്ങനെയാണ് എവ്ലിൻ പറയുന്നത്. ഇനി അധിക നേരം ഓഫീസിലിരുന്ന തനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന തിരിച്ചറിഞ്ഞ എല്ലീസ് ഉടനെ തന്നെ ഓഫീസിൽ നിന്നിറങ്ങി. അവൻ ബോയ് ഫ്രണ്ടിനെ ഫോൺ ചെയ്ത് തന്നെ സഹായിക്കാൻ പറയുന്നുണ്ട്. ഡിയർ ഡേവിഡ് എന്ന അക്കൗണ്ടിന്റെ ഉടമയെ കണ്ടെത്താൻ അവൻ സഹായിക്കും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും കൈൽ അവനെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു.
അത് എല്ലിസിന് വലിയൊരു ആശ്വാസമായിരുന്നു. അന്ന് തന്നെ അവനൊരു ലേഡിയെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അന്ന ഒരു മീഡിയമാണ്. അവൾക്ക് പ്രേതങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അന്ന അവന്റെ അപ്പാർട്ട്മെന്റ് ചെക്ക് ചെയ്തിട്ട് പറയും, ഇവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്. അത് നിന്റെ ജീവിതത്തിലേക്ക് വന്നത് ഒരു കോയിൻസിഡൻസ് അല്ല, അതിലെന്തോ കാരണമുണ്ട്. അതിന്റെ കാരണം നീ കണ്ടെത്തിയാൽ നിനക്ക് ആ പ്രേതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് രക്ഷപ്പെടാം. അടുത്ത ദിവസം എല്ലീസ് ഒരു പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്ററെ കാണുന്നുണ്ട്. സത്യം പറഞ്ഞ ആ ലേഡിക്ക് എല്ലീസിന് നടന്ന എല്ലാ കാര്യങ്ങളും അറിയാം. അവൻ സോഷ്യൽ മീഡിയയിലെ എല്ലാം ഷെയർ ചെയ്തിരുന്നില്ലേ. കൂടുതലൊന്നും തന്നെ പറയേണ്ട ആവശ്യമില്ല. അവൻ ഡേവിഡിനെ സ്വപ്നം കാണുന്ന സമയത്ത് ഡേവിഡിന്റെ അമ്മയെ കൂടി സ്വപ്നം കാണാറുണ്ട്. അവൻ ഇതിനു മുൻപ് ആ സ്ത്രീയെ നേരിട്ട് കണ്ടിട്ടില്ല, ആ സ്ത്രീയെ കുറിച്ച് കേട്ടിട്ടില്ല. അപ്പോ ആ ലേഡി പറയും, ഡേവിഡിന്റെ അമ്മ ആ ഒരു സംഭവത്തിനു ശേഷം മാനസിക നില തെറ്റി ഒരു അസൈലത്തിലായിരുന്നു. ലിൻഡയുടെ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഫൂട്ടേജ് ഒക്കെ ഡാർക്ക് വെബില് ഇപ്പോഴും കാണാം. മാത്രമല്ല ഏത് സമയത്തും ഡേവിഡിനോട് മൂന്നാമത്തെ ചോദ്യം ചോദിക്കരുത്, ഇത് തന്നെ ഭ്രാന്ത് പിടിച്ചതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒടുവിലെ ആ സ്ത്രീ തന്റെ ജീവൻ ഒടുക്കി. ആശുപത്രിയിൽ വെച്ച് തന്നെ സൂയിസൈഡ് ചെയ്യായിരുന്നു. ഇങ്ങനെ എല്ലിസിന് അറിയാത്ത പല കാര്യങ്ങളും ആ ലേഡിയിൽ നിന്നും അവൻ അറിയാൻ കഴിഞ്ഞു. പിന്നീട് വീട്ടിലേക്ക് തിരിച്ചെത്തിയ എല്ലിസ് ഡാർക്ക് വെബിൽ നിന്ന് ഡേവിഡിന്റെ അമ്മയുടെ ഫൂട്ടേജുകളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. ലിൻഡ തന്റെ ഹസ്ബൻഡിന്റെയും മകന്റെയും മരണത്തെ തുടർന്ന് മാനസിക നില തെറ്റി അസൈലത്തിലെ ചികിത്സയിലായിരുന്നു. ആ സ്ത്രീ എപ്പോഴും തന്റെ മകനെ പറ്റി പറഞ്ഞ് കരഞ്ഞോണ്ടിരുന്നു. ഡേവിഡ്, അവന്റെ ശബ്ദം എന്റെ തലയ്ക്കുള്ളിൽ കേട്ടോണ്ടിരിക്കുക, എന്നെ കൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. അതിനെ ഡോക്ടർ ലിൻഡയെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം നിന്റെ തോന്നലാണ്, അതൊന്നും സത്യമല്ല. നീയല്ലേ നിന്റെ ഭർത്താവിനെ കൊന്നത്, നിന്റെ മകനെ ആക്രമിച്ചത്. അവനിപ്പോ കോമയിലാണ്. ഈ ഒരു കാര്യം കേട്ട് എല്ലീസ് ആകെ ഞെട്ടിത്തെരിച്ചു പോയി. അന്ന് ആ ബേസ്മെന്റിൽ നടന്ന സംഭവത്തില് ഡേവിഡ് മരിച്ചിരുന്നില്ല. തല പകുതിയും ചതഞ്ഞുപോയ അവൻ കോമയിലേക്ക് പോയി. ആ ഫൂട്ടേജില് ലിൻഡ അലറി വിളിക്കുന്നുണ്ട്, അവനെ നിങ്ങൾ എണീപ്പിക്കരുത്, അവനെ കോമയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരരുത്, അവനൊരു ചെകുത്താനാണ്. നായകൻ പെട്ടെന്ന് തന്നെ ഡേവിഡ് കോമയിലായതിന്റെ ന്യൂസുകളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. ഇവിടെയാണ് ചിത്രത്തിലൊരു ട്വിസ്റ്റ് ഉള്ളത്. ഡേവിഡ് ഇപ്പോഴും മരിച്ചിട്ടില്ല. അവൻ കഴിഞ്ഞ 21 വർഷങ്ങളായിട്ട് കോമയിലായിരുന്നു. ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിലെ എല്ലിസിന്റെ ബോസ് ഈ വാർത്തയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അന്നാണെങ്കിൽ നായകൻ ആ ഒരു ന്യൂസ് അത്രയ്ക്ക് ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പൊ പിന്നെ മരിക്കാത്ത ഡേവിഡിന്റെ പ്രേതം നായകനെ എങ്ങനെ ഹോണ്ട് ചെയ്യും? അവൻ പിറ്റേന്ന് തന്നെ ഡേവിഡ് ചികിത്സയിലായിരുന്ന ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്ന് സ്റ്റാഫിനോട് ഡേവിഡിനെ പറ്റി തിരക്കി. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന റെക്കോർഡ്സിലൊന്നും തന്നെ ഡേവിഡിന്റെ പേരുണ്ടായിരുന്നില്ല. അല്ല, നിങ്ങൾ എന്തിനാ ഡേവിഡിനെ കുറിച്ച് അന്വേഷിക്കുന്നത്? അതിന് നായകൻ പറയും, ഹേ, ആ പയ്യന്റെ പ്രേതം എന്നെ കൊല്ലാതെ കൊന്നോണ്ടിരിക്കുക. ഇത് കേട്ടതോടെ ആ സ്റ്റാഫിനാകെ പേടിയാവാൻ തുടങ്ങി. ഇവന് ഭ്രാന്താണോ? സർ, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് ആ സ്റ്റാഫ് അവിടെ നിന്ന് ഓടിപ്പോയി. ആ ഒരു ഗ്യാപ്പില് എല്ലിസ് ആ സ്റ്റാഫിന്റെ ID മോഷ്ടിച്ച് അവൻ ആ ഹോസ്പിറ്റലിലെ പഴയ റെക്കോർഡ്സുകളൊക്കെ കമ്പ്യൂട്ടറിൽ തെരഞ്ഞു നോക്കി. ഡേവിഡ് ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് കരുതിയാണ് അവനെ തെരഞ്ഞ് ഇങ്ങോട്ട് വന്നത്. എന്നാൽ എല്ലിസിന് അവിടെ കാത്തിരിക്കുന്നത് ഞെട്ടിക്കുന്ന മറ്റൊരു സത്യമായിരുന്നു. ഡേവിഡ് എന്നാണോ കോമയിൽ നിന്ന് എണീറ്റത്, അതിന്റെ 3-ാമത്തെ ദിവസം അവൻ മരണപ്പെട്ടു. മാത്രമല്ല ഇപ്പോ മോർച്ചറിയിലുണ്ടായിരുന്ന ഡേവിഡിന്റെ ഡെഡ് ബോഡി കാണാനുമില്ല. അത് മിസ്സിംഗ് ആണ്. എല്ലിസിനെ കൊണ്ട് ഇതൊന്നും വിശ്വസിക്കാനേ വയ്യ. അവൻ വേഗം തന്നെ ഡേവിഡിനെ ചികിത്സിച്ചിരുന്ന ഡോക്ടറിന്റെ അഡ്രസ് അതിൽ നിന്ന് കണ്ടെത്തി. ഡേവിഡിനെയും അമ്മ ലിൻഡയെയും ചികിത്സിച്ചിരുന്നത് ഡോക്ടർ ലാൻഡേഴ്സ് എന്നൊരു ലേഡി ഡോക്ടറായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ ആശുപത്രിയിൽ നിന്നിറങ്ങി. എന്നാൽ അവൻ ആ ഡോക്ടറിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീടിന്റെ ഡോറ് അലക്ഷ്യമായിട്ട് തുറന്നിട്ടിരുന്നു. വീടിനകത്ത് ആരും ഉള്ളതായിട്ട് തോന്നിയില്ല. അവൻ ഡോക്ടർ ലാൻഡേഴ്സിനെ തെരഞ്ഞ് ആ വീടിനകത്തേക്ക് ചെന്നു. നോക്കുമ്പോ ആ ലേഡി ഡോക്ടർ വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിലായിരുന്നു. ആ ഒരു കാഴ്ച കണ്ട് അവൻ കണ്ണും തള്ളി നിൽക്കുന്ന നേരത്ത് പെട്ടെന്ന് ആ ലേഡി അവനെ നോക്കി. പിന്നെ പറയണ്ടല്ലോ, അവൻ ആ വീട്ടിൽ നിന്ന് തന്റെ ജീവനും കൊണ്ടൊരു ഒറ്റ ഓട്ടാണ്. അവൻ പെട്ടെന്ന് തന്നെ ഡോക്ടർ മരണപ്പെട്ട കാര്യം പോലീസിനെ വിളിച്ചറിയിക്കുന്നുണ്ട്. അന്ന് രാത്രി ഉറങ്ങാൻ അവന് പേടിയായിരുന്നു. ഉറങ്ങിക്കഴിഞ്ഞാ പിന്നെ ഡേവിഡിന് എലിസിനെ കൊല്ലാൻ എളുപ്പമാണ്. എന്നാൽ സിനിമ കണ്ട് അവൻ എപ്പോഴോ ഉറങ്ങിപ്പോയി. അവൻ ഉറക്കത്തിലെ എന്തോ തട്ടുന്ന ശബ്ദം കേട്ടാണ് കണ്ണു തുറന്നത്. കണ്ണു തുറന്നു നോക്കുമ്പോ എല്ലിസിന്റെ കയ്യിലൊരു കത്തിയുണ്ട്. ഡേവിഡ് അവനെ കത്തി കൊണ്ട് കൊല്ലാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഏത് നിമിഷം വേണമെങ്കിലും എല്ലിസ് തന്റെ കൈ മുറിക്കും. അവൻ ആ സോഫയിൽ നിന്ന് ഒന്ന് അനങ്ങാൻ പോലും വയ്യ. പിറ്റേന്ന് രാവിലെ എല്ലിസ് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നോക്കുമ്പോ എല്ലിസിന്റെ കൈ മുറിഞ്ഞിരുന്നു. മാത്രമല്ല ഇന്നലെ രാത്രി നടന്ന എല്ലാ കാര്യങ്ങളും അവന്റെ ഫോണിലെ വീഡിയോ റെക്കോർഡായിരുന്നു. അന്ന് ഓഫീസിലെത്തിയ എല്ലിസ് ആ വീഡിയോ തുടർച്ചയായിട്ട് കണ്ടോണ്ടിരുന്നു. ഡേവിഡ് ആ വീഡിയോയിലെ എവിടെയെങ്കിലും പതിഞ്ഞിട്ടുണ്ടോന്നറിയാൻ. എന്നാൽ ഈ സമയത്താണ് എല്ലിസ് തന്റെ സുഹൃത്ത് എവലിനെ ശ്രദ്ധിക്കുന്നത്. അവള് തന്നോട് മിണ്ടുന്നില്ല, എന്തിന് മുഖത്തേക്ക് പോലും നോക്കുന്നില്ല.
കാരണം എന്താന്ന് വെച്ചാല് എല്ലിസിന്റെ ഫോണിൽ നിന്ന് ഇന്നലെ രാത്രി എവ്ലിന്റെ ഫോണിലേക്ക് ഒരുപാട് മെസ്സേജുകൾ പോയിരുന്നു. നിനക്ക് യാതൊരു ടാലന്റും ഇല്ല, നീ വെറും വേസ്റ്റ് ആണ്, നീ എന്നെ പോലെ ഫേമസ് ആവാൻ നോക്കാണ് എന്നൊക്കെ പറഞ്ഞു. ആ സങ്കടത്തിലാണ് എവ്ലിൻ ഇങ്ങനെ മുഖം കയറ്റി പിടിച്ചിരിക്കുന്നത്. എന്നാ അവൾക്ക് ആ മെസ്സേജുകൾ അയച്ചതൊന്നും തന്നെ എല്ലിസ് ആയിരുന്നില്ല. ഇതൊക്കെ പറഞ്ഞ എവ്ലിൻ വിശ്വസിക്കോ? ഇല്ല. ആ സമയത്ത് എല്ലിസിന് അവന്റെ ബോയ് ഫ്രണ്ടിന്റെ കോള് വന്നു. കയൽ ഡിയർ ഡേവിഡ് എന്ന അക്കൗണ്ടിന്റെ ഉടമയെ കണ്ടെത്താൻ നോക്കി. എന്നാ അങ്ങനൊരു അക്കൗണ്ട് നിലവിലില്ല. എല്ലിസിന് മാത്രമേ അങ്ങനൊരു അക്കൗണ്ടിനെ കുറിച്ച് അറിയൂ. ഇത് കേട്ട നായകന് പിന്നെ എന്ത് പറയണോന്നറിയില്ല. താൻ ആരോടാണ് ഈ കാര്യങ്ങളൊക്കെ പറയാ? ആരാ അവനെ വിശ്വസിക്കുക? എലിസ് ആകെ തകർന്നിരിക്കുന്ന നേരത്താണ് അവന്റെ കൊളീഗ് നോറിസ് അവനൊരു ആർട്ടിക്കിൾ അയച്ചു കൊടുക്കുന്നത്. അവനോട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞു. എന്നാ എലീസ് ആ ആർട്ടിക്കിൾ കണ്ട് സത്യത്തിൽ ഷോക്കായി. എലീസ് എങ്ങനെ മരിക്കണം എന്നതിനെ കുറിച്ചാണ് അവൻ ആ ആർട്ടിക്കിളിൽ കാണാൻ കഴിഞ്ഞത്. പോരെ, നിനക്കൊക്കെ തമാശ, നീ എന്താ സൈക്കോ ആണോ എന്നോട് മരിക്കാൻ പറയാൻ? ആകെ കൺട്രോൾ നഷ്ടപ്പെട്ട നായകൻ ഓഫീസിലുള്ള സാധനങ്ങളെല്ലാം വലിച്ചെറിയാൻ തുടങ്ങി. അപ്പോഴേക്കും ബോസ് അങ്ങോട്ട് ഓടി വന്ന് അവനെ സമാധാനപ്പെടുത്തി. എല്ലിസ്, നീയൊന്ന് കൂളാവ്. ബോസ് അവന് നോറിസ് എഴുതിയ ആർട്ടിക്കിൾ കാണിച്ചു കൊടുത്തു. അവനെ കൊണ്ടത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാനുള്ള 10 വഴികളാണ് നോറിസ് ആ ആർട്ടിക്കിളിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ എല്ലിസ് ആ സമയത്ത് കണ്ടത് മറ്റൊന്നായിരുന്നു. ബോസ് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ ബസ് ഫീഡ് നമ്മുടെ വീട് പോലെയല്ലേ, അപ്പൊ നീ കുറച്ചു നാളത്തേക്ക് ലീവ് എടുക്ക്, പിന്നീട് നീ വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ മതി, ഇത്ര സ്ട്രെയിൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ കണ്ട് എവ്ലിൻ ആകെ ഷോക്കായിട്ട് നിൽക്കുക. ഈ എല്ലിസിന് ഇതെന്താ പറ്റിയത്? അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അന്ന് രാത്രി എല്ലിസ് തന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി. ആ സമയത്ത് അവന് ബോയ് ഫ്രണ്ടിൽ നിന്ന് ചീത്ത വിളിച്ചുകൊണ്ടുള്ള മെസ്സേജുകൾ വരുന്നുണ്ട്. കാരണം എല്ലിസിന്റെ ഫോണിൽ നിന്ന് ഇന്നലെ രാത്രി കൈലിന് വളരെ മോശമായിട്ടുള്ള മെസ്സേജുകൾ പോയിരുന്നു. എങ്ങനെ എവ്ലിന് പോയതുപോലെ തന്നെ ഇപ്പോ അവന്റെ സർക്കിളിലുണ്ടായിരുന്ന എല്ലാവരും അവന് വെറുക്കാൻ തുടങ്ങി. ഇതിനെല്ലാം കാരണം ഡേവിഡാണ്. അവന് തന്റെ ദേഷ്യവും സങ്കടവും അടക്കാൻ കഴിഞ്ഞില്ല. അവൻ ഡേവിഡിനോട് പ്രതികാരം ചെയ്യുന്നത് പോലെ കോമിക്സ് വരയ്ക്കാൻ തുടങ്ങി. അതായത്, നീ എന്നെ കൊന്ന എനിക്ക് നിന്നെ പേടിയില്ല. ഡേവിഡിന്റെ പ്രേതത്തെ വെല്ലുവിളിച്ച് കോമിക്സ് വരച്ച് അവനത് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന അവന്റെ ഫോളോവേഴ്സ് അവനെന്താ ഭ്രാന്തായോ എന്ന് പറഞ്ഞ് കമന്റ്സ് ഇടുന്നുണ്ട്. അവനിവിടെ ഭ്രാന്ത് പിടിച്ചതുപോലെ ഓരോരോ കാർട്ടൂൺസ് വരയ്ക്കും തോറും എല്ലിസിന്റെ അപ്പാർട്ട്മെന്റിലെ ഡോറ് ആരോ തല്ലി പൊളിക്കുന്ന ശബ്ദം കേൾക്കാം. ആരോ അകത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. അത് കണ്ട് എല്ലിസിന് ഒട്ടും തന്നെ പേടി തോന്നിയില്ല. എനിക്ക് നിന്നെ പേടിയില്ല, ഞാൻ എന്റെ കൺട്രോളിലാണെന്ന് പറഞ്ഞ് ഒരു ചെയർ എടുത്ത് ഡോറിന്റെ അടുത്തേക്ക് ഒരു ഒറ്റ ഏറാണ്. അവൻ തുടർന്നും തനിക്ക് നിന്നെ പേടിയില്ല പേടിയില്ല എന്ന് പറഞ്ഞ് ചിത്രം വരച്ചോണ്ടേയിരുന്നു. എലിസിനാകെ ഭ്രാന്ത് പിടിച്ചതുപോലെയായി. ആ സമയത്ത് അവന് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് ഒരുപാട് കോളുകൾ വന്നുകൊണ്ടിരുന്നു. അപ്പോഴും അവൻ ആ ഫോൺ എടുക്കാൻ തയ്യാറായില്ല. ഫോൺ എടുക്കാതായപ്പോ അവന്റെ കമ്പ്യൂട്ടർ സ്ക്രീൻ ഗ്ലിച്ച് ആവാൻ തുടങ്ങി. ആ കോമിക്സിലെ ഡയലോഗ്സ് തനിയെ മാറാൻ തുടങ്ങി. ഡേവിഡാണ് അതിപ്പോ കൺട്രോൾ ചെയ്യുന്നത്. എല്ലിസ് ആ വെപ്രാളത്തില് സ്ക്രീനിലേക്ക് നോക്കിയിട്ട് അറിയാതെ ചോദിക്കും, ഡേവിഡ്, നീ എന്തായി ചെയ്തത്? അടുത്ത നിമിഷം ആ കമ്പ്യൂട്ടറിൽ ഒരു ഗെയിം ഓപ്പൺ ആയി വന്നു. ഇപ്പോഴാണ് താൻ ചെയ്ത തെറ്റ് അവന് മനസ്സിലായത്. താൻ ഡേവിഡിനോട് 3ാമത്തെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞു. ഇനി എന്തായാലും ഡേവിഡ് അവനെ കൊല്ലും. അവൻ ആ സ്ക്രീനിലുണ്ടായിരുന്ന ഗെയിം കണ്ട് അന്തം വിട്ടിരിക്കുന്ന നേരത്ത് അവന്റെ വീടിനുള്ളില് ആരോ ഉള്ളതായിട്ട് എലിസിന് തോന്നി. അത് ഡേവിഡിന്റെ കുട്ടിപ്രേതമല്ല, 21 വർഷങ്ങൾക്ക് ശേഷം ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ട ഡേവിഡിന്റെ വലിയ പ്രേതമാണ്. പ്രേതം ഗെയിം കൺട്രോളർ കൊണ്ട് നായകനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അവൻ കിച്ചണിലേക്ക് ചെന്ന് മദ്യം എടുത്ത് തന്റെ തല വഴി ഒഴിച്ചു. എന്നിട്ട് ലൈറ്റർ എടുത്ത് കത്തിച്ചു. അങ്ങനെ വീടിന്റെ പല ഭാഗങ്ങളിലെ തീ പടർന്നു പിടിക്കാൻ തുടങ്ങി. അന്ന് ഡേവിഡിന്റെ പ്രേതം അവനെ വാൺ ചെയ്തിരുന്നത് അവനെ കത്തിക്കും എന്നായിരുന്നു. അടുത്ത സീനിലെ എലിസ് കണ്ണു തുറന്നു നോക്കുമ്പോ അവൻ ഡേവിഡിന്റെ ബേസ്മെന്റിലാണ്. അതായത് ഡേവിഡ് അവന്റെ സ്വപ്നത്തിലൂടെ മനസ്സിനെ നിയന്ത്രിച്ച് നായകനെ കൊല്ലാൻ ശ്രമിക്കുക. മറുവശത്ത് ഇവിടെ എലിസിന്റെ വീടിനുള്ളില് തീ പടരാൻ തുടങ്ങിയിരുന്നു. ആ ഒരു സമയം കൊണ്ട് തന്നെ എവ്ലിൻ എലിസിന്റെ ബോയ് ഫ്രണ്ടിനെയും കൂട്ടി അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വന്നു. കാരണം ഇന്ന് രാവിലത്തെ എലിസിന്റെ അവസ്ഥ കണ്ട് എവ്ലിൻ ആകെ ഭയന്നുപോയി. അവനെ എത്ര തന്നെ ഫോൺ ചെയ്തിട്ടും നായകൻ ഫോൺ എടുത്തിരുന്നില്ല. എന്നാ അവർ ആ അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് മുകൾ നിലയിലെ തീ കത്തുന്നതാണ്. ഇവിടെ എല്ലിസ് ആണെങ്കില് ഡേവിഡിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ പിടി വലിയ ബഹളത്തില് കയ്യിൽ കിട്ടിയ എന്തോ ഒന്നെടുത്ത് എല്ലിസ് ഡേവിഡിന്റെ തലക്കടിച്ചു. മരിച്ച ഡേവിഡിനെ നമ്മുടെ നായകൻ വീണ്ടും കൊന്നിരിക്കുക. ശേഷം എല്ലിസ് എങ്ങനെയൊക്കെയോ തന്റെ ജീവനും കൊണ്ട് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെട്ടു. അവന്റെ അപ്പാർട്ട്മെന്റ് മുഴുവനും കത്തി നശിച്ചിരുന്നു.
അങ്ങനെ അവസാനം ഫയർഫോഴ്സ് എത്തി, ആംബുലൻസ് എത്തി, നായകന് വേണ്ട മെഡിക്കൽ കെയർ ഒക്കെ കൊടുത്തു. ഈ സമയത്താണ് എവ്ലിന് എല്ലിസിന്റെ മൊബൈൽ ഫോൺ താഴെ കിടന്നു കിട്ടുന്നത്. അവള് എല്ലിസ് തനിക്ക് അയച്ച മെസ്സേജുകളൊക്കെ ചെക്ക് ചെയ്തു നോക്കി. സത്യം പറഞ്ഞ എല്ലിസ് അവൾക്ക് നല്ല രീതിയിലുള്ള മെസ്സേജുകളാണ് അയച്ചിരിക്കുന്നത്. എന്നാ എവ്ലിന് കിട്ടിയത് അവളെ കുറിച്ചുള്ള മോശമായ മെസ്സേജുകളും. എല്ലിസ് ഒരിക്കലും അവളോട് അങ്ങനെ സംസാരിക്കില്ല എന്ന് അവൾക്കറിയാം. എവ്ലിൻ തന്റെ ഫോൺ എടുത്തു നോക്കി. പറഞ്ഞതുപോലെ അവളത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ തന്നെ ആ ചീത്ത മെസ്സേജുകളൊക്കെ തനിയെ മറഞ്ഞുപോയി. അപ്പോ എല്ലിസ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമായിരുന്നു എന്ന് എവ്ലിന് മനസ്സിലായി. അതേസമയം തന്നെ എല്ലിസിന്റെ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ഡേവിഡിന്റെ പ്രേതവും മറഞ്ഞു പോകുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. ഈ സമയം ആംബുലൻസിലുണ്ടായിരുന്ന നായകനെ ബോയ് ഫ്രണ്ട് സമാധാനിപ്പിക്കുന്ന സമയത്ത് നമ്മളെ കാണിക്കുന്നുണ്ട്. ആംബുലൻസിന്റെ ഗ്ലാസ്സില് ഡേവിഡിനെ കാണാം. അവിടെ ഇരിക്കുന്നത് എല്ലിസ് അല്ല, ഡേവിഡാണ്. എല്ലിസിന്റെ ശരീരത്തിലാണ് ഇപ്പോൾ ഡേവിഡ് ഉള്ളത്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു യൂട്യൂബർ ലൈവില് എല്ലിസിന്റെ ട്വിറ്റർ ത്രെഡിനെ കുറിച്ച് കളിയാക്കി സംസാരിച്ചുകൊണ്ടിരിക്കുക. അവസാനമായി എല്ലിസ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് താനിപ്പോ ഓക്കെയാണ്, പ്രേതശല്യം ഒന്നുമില്ല എന്നാണ്. ഈ പെൺകുട്ടി എല്ലിസിന്റെ കഥകളൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല. ആ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന നേരത്ത് അവൾക്ക് ഡിയർ ഡേവിഡ് എന്ന അക്കൗണ്ടിൽ നിന്നൊരു കമന്റ് വന്നു. ആ പെൺകുട്ടി ഇതൊക്കെ വെറും പച്ച കള്ളമാണ്, തന്നെ ആരോ പറ്റിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ് ഡിയർ ഡേവിഡ് എന്ന കമന്റിന് താഴെ അവള് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് ഡേവിഡിനെ കളിയാക്കുന്നുണ്ട്. അടുത്ത നിമിഷം ആ പെൺകുട്ടി തന്റെ ഡെസ്കിലെ തലയിടിച്ച് മരിക്കുന്നത് കാണിച്ചാണ് ഡിയർ ഡേവിഡ് എന്ന ഈ ഒരു അമേരിക്കൻ ഹൊറർ മൂവി അവസാനിക്കുന്നത്. അപ്പോ ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, സപ്പോർട്ട് ചെയ്യാം. താങ്ക്